ഇനി നമുക്ക് ചക്കയുണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് പച്ചരി 3 മണിക്കൂർ നേരം കുതിരാനായി വെക്കണം. നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ഉരുണ്ട ശർക്കര അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി പഴുത്ത ചക്കച്ചുള അരച്ചെടുക്കാം. ഏത് പഴുത്ത ചക്ക വേണമെങ്കിലും ചക്കയുണ്ണിയപ്പത്തിന് നല്ലതാണ്. എനിക്ക് വെള്ളാരം ചക്കയാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് ചക്കച്ചുള വെളുത്തിരിക്കുന്നത് കേട്ടോ. അരച്ച് വെച്ചിരിക്കുന്ന ചക്ക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുതിരാൻ വെച്ചിരിക്കുന്ന പച്ചരി അരച്ചെടുക്കാം. അതിനായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ചെറിയ തരിയോടുകൂടി വേണം അരച്ചെടുക്കാൻ. ഇത് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്ന ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് വളരെ കുറച്ച് മാത്രം ഉപ്പുവിട്ട് 4ഉം കൂടി മിക്സ് ചെയ്യാം. കുറച്ച് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മുറുക്കിയെടുക്കും. ഒരുപാട് ലൂസ് നമുക്ക് ചക്കയുണ്ണിയപ്പത്തിന് ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ. ഇനി ഇത് 1 മണിക്കൂർ നേരം അടച്ചു വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം അല്പം നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് വറുത്തെടുക്കാം. മൂപ്പിച്ച തേങ്ങാക്കൊത്തെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കാം. ശേഷം ഉണ്ണിയപ്പ ചട്ടിയിൽ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബാറ്റർ കുറേശ്ശെയായി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് മൂത്തുപോകും, ഉള്ളു വേവാതെ കിട്ടുകയും ചെയ്യും. ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണേ. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.